ഗുണ്ടപ്പനും തണുപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. രാവിലെ തന്നെ ഞാൻ ഇവിടെ കെട്ടിയിട്ടു അതിന് കിടക്കുവാണ്. ഇത് കെട്ടിയിട്ടില്ലെങ്കിൽ അവൻ മെത്തേ കിടക്കൂല, അതുകൊണ്ടാണ് കേട്ടാ. അങ്ങനെ കിടക്കട്ടെ. രാവിലെ എല്ലാവരും പോകുന്നേരം കുറച്ച് നേരം ഞാൻ കെട്ടിയിടും. ഭാഗ്യത്തിന് മഴയ്ക്ക് മുന്നേ അവനെ ബാത്റൂമിൽ കൊണ്ട് വിട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. രാവിലെ മഴയും തുടങ്ങി. എന്തുവേ കണ്ടോ, ഇവിടെ എന്നും എപ്പോഴും മഴയാണ്. ഒരു നേരം ഇവിടെ കിടന്നുപോയേ എൻ്റെ പൊന്ന് പുരു, എൻ്റെ പൊന്നുപുരു, എൻ്റെ പൊന്നപ്പടു അങ്ങ് വീണു പോവേ. മക്കളെ കിടന്നോ? ഇറന്നുമല്ല, അവൻ്റെ കൂടെ അനുവാദമൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങുന്നത് അച്ഛനെ ആശുപത്രി കൊണ്ടുപോകാനാണ്. അച്ഛന് സെക്യൂരിറ്റി ജോലിയാണ്. അപ്പം 2 ദിവസത്തിലൊരിക്കലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അച്ഛന് ഒരു എക്സ്ട്രാ ഡ്യൂട്ടി കിട്ടിയപ്പോൾ 4-5 ദിവസം അവിടെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ കാലിട്ട് ഇരുന്നിട്ട് കാലങ്ങ് നീരും കയറി അടിഭാഗം കുറച്ച് വെടിച്ചിട്ട് നീര് പോയോണ്ടിരുന്നു. അപ്പം അമ്മ കണ്ടിട്ട് അങ്ങ് പേടിച്ചു. അച്ഛന് ഷുഗറൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് അമ്മ പറഞ്ഞ് അച്ഛൻ അല്ലാതെ പോവില്ല ആശുപത്രിയിൽ, നീ ഇത്തിരി എളുപ്പമാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ ഒരുങ്ങി ഇറങ്ങി. അപ്പം നമ്മളെ ആമിക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. അവക്കും ഒരു മെത്ത അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഗീത ചേച്ചി, ടാനി എല്ലാവരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന മുമ്പേ ഇവിടെ അമ്മയും പറഞ്ഞ് ഇവിടെ ഗുണ്ടുവിൻ്റെ മെത്ത കണ്ടപ്പോഴേ എന്തായാലും ചെയ്തു കൊടുക്കാൻ. ഞാൻ ഉണ്ടായിരുന്ന വേസ്റ്റൊക്കെ നിറച്ചൊന്നും കിട്ടിയില്ല, അത്രയും ഇതിലാണ്. എത്ര ദിവസത്തേക്കൊന്നും അറിയത്തില്ല. പിന്നെ പെട്ടെന്ന് അച്ഛൻ്റെ ഫുൾ വീഡിയോ എടുക്കാതെ ഞാൻ ഈ കാലിൻ്റെ നീര് പിന്നീട് ആശുപത്രി പോകുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചെന്നിട്ടുള്ള തിരക്കിൽ എടുക്കാൻ പറ്റില്ല. ഇനി നമ്മളെ ഗുണ്ടു തിരിച്ചു വരുമ്പോൾ ഉള്ള അവസ്ഥ കാണിച്ചു തരാവേ. എന്തടാ അമ്മ ആശുപത്രി പോയതല്ലേ? ഓ എൻ്റെ പൊന്നെ, എൻ്റെ പൊന്നെ, എൻ്റെ മക്കളെ, എൻ്റെ പൊന്നെ. അപ്പൊ ഇതാണ് അവൻ്റെ. വരാം കൊണ്ടും പോവാ നിന്നെ. എന്തിടാ നിനക്ക്, എന്തിടാ നിനക്ക്? ശരി വാ. ഇതാണ് അവന്. നമ്മൾ അങ്ങനെ എവിടെ പോണു കൊണ്ടുവേ? നില്ല തൊട്ടി എടുത്തോട്ടെ. കേറിയില്ലേടാ? കേറിയില്ലേ, വണ്ടി കയറിയില്ലേ? ഓക്കെ, സന്തോഷായ എൻ്റെ പൊന്നി. രാവിലെ അമ്മ വിളിച്ച് അങ്ങ് ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നപ്പം ലേറ്റായി, ഉച്ചയായി. പിന്നെ ഗുണ്ടുവിൻ്റെ ബഹളമൊക്കെ കണ്ടില്ലേ? എവിടെയെങ്കിലും പോയിട്ട് വന്നപ്പോൾ അവൻ എൻ്റെ കൂടി കുറച്ച് ദേഷ്യപ്പെട്ടാണ്. അവനിപ്പം സത്യം പറഞ്ഞ ആളില്ലാതെയൊക്കെ ഇരിക്കാൻ നല്ല പേടിയാവും കേട്ടോ. പിന്നെ ഞാനും അവനും കൂടി ഇവിടെ വന്നു, അവനെയും കൊണ്ടുവന്നു കേട്ടോ. ഇനി അവനെ അവിടെ ഇട്ടിട്ട് വന്ന് അവൻ പേടിച്ചു പോവും. കാരണം രാവിലെ ഇറങ്ങി ഞാൻ പോയതാണ്. അങ്ങനെ ആളില്ലാതെ ഇരിക്കൂലല്ലോ. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഉള്ളവനെ ഇന്ന് ഫുള്ള് ഞാൻ ഉച്ചവരെ ഇല്ലായിരുന്നു. അവിടെ ചെന്ന് അച്ഛന് ടെസ്റ്റൊക്കെ ചെയ്തു. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാല് 2 ദിവസം നൂത്തിട്ട് കിടന്ന് റെസ്റ്റ് എടുത്ത് എന്ന് വെച്ചാൽ വെള്ളം നനവെല്ലാം അങ്ങ് മാറ്റുമ്പോൾ മാറിക്കോളും. പിന്നെ ഷുഗറൊക്കെ കുറവായിരുന്നു, കുഴപ്പമില്ല. നമ്മളിതാ തോട്ടത്തെത്തി. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് പോയി നോക്കുമ്പം അച്ഛൻ വെളയിൽ മറ്റേ പടയെല്ലാം വെട്ടി ചെളിയിൽ കാലും പൂഴ്ത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. വഴക്ക് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കോളാം, അച്ഛൻ്റെ കാര്യമൊന്നും പറയണ്ട, അച്ഛൻ്റെ 24 മണിക്കൂർ. ഞാൻ പിന്നെ ബാത്റൂമിലൊക്കെ വിട്ടിട്ട് പാലോറ ഒഴിക്കാൻ ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അമ്മയ്ക്കൊരു വിഷമം, ഞാൻ രാവിലെ അച്ഛനെയും കൊണ്ട് പോയതല്ലേ, അതുകൊണ്ട് അമ്മയും വന്നു എൻ്റെ കൂടെ. അമ്മ ഇതുവഴി വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എന്തിനാ വരുന്നത്, അപ്പോൾ എനിക്കൂടി സഹായിക്കാനാണെന്ന്. കാരണം ഞാൻ രാവിലെ അച്ഛനെയും കൊണ്ട് പോയതല്ലേ, വന്നപ്പോഴും ലേറ്റായി, 1 മണിയോളമായി. അപ്പം അമ്മയ്ക്കൊരു വിഷമം, ഞാൻ ഒറ്റയ്ക്കല്ലേ എന്ന്. എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ ഗുണ്ടച്ചനുണ്ടല്ലോ. പിന്നെ ഷീറ്റ് അടിക്കാനുണ്ടായിരുന്നു. പിന്നെ അമ്മയെ ഞാൻ കൊണ്ടുവന്ന് വീട്ടിലാക്കി ഇട്ടിട്ട് ഗുണ്ടുവിനെയും കൊണ്ടുവന്ന് ഗേറ്റിനകത്തോട്ട് വിട്ടിട്ട്
ഞാൻ പോയി ഷീറ്റ് അടിക്കാൻ പോയി. വീണ്ടും ഈ പറഞ്ഞതുപോലെ കുറേ നാൾ മഴയൊക്കെ ആയിരുന്നതുകൊണ്ടേ മരം വെട്ടുന്നുമില്ല. പിന്നെ ചൂട് എല്ലാം കൊണ്ടും സുഖജീവിതമായിരുന്നു. അമ്മയായിരുന്നു. വയ്യാതെയും കൂടി ആയപ്പം മരവും വെട്ടില്ലായിരുന്നു. ഫുൾ ടൈം ഫ്രീ ആയിരുന്നു ഞാൻ. ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. വീണ്ടും ദാ പഴയതുപോലെ ആയിട്ടുണ്ട്. മരം വെട്ട് 2 ദിവസം കൊണ്ടാണ് ഇപ്പം വേനലെന്ന് പറയാനില്ല, മഞ്ഞും മഴയും തന്നെ. പക്ഷെ ഞങ്ങൾക്ക് ഷെയ്ഡ് ഇട്ടിട്ടുള്ളതുകൊണ്ട് വെട്ടാൻ പറ്റും. പിന്നെ ഗുണ്ടുവിനെ ദാ ഇവിടെ മെത്തയിൽ കിടത്തി നല്ല ഉറക്കം കേട്ടോ. ഇപ്പം തണുപ്പായതുകൊണ്ട് അവ ഈ മെത്ത യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇവിടെ തന്നെ കെട്ടിയിടും ഇവിടെ കിടക്കാൻ വേണ്ടി. തറയൊക്കെ നല്ല തണുപ്പല്ലേ, അവൻ അറിഞ്ഞൂടാ. അവൻ വീണ്ടും ഇതിലേക്ക് കൊണ്ട് കിടത്തിയാലും കിടക്കൂല, തറയിൽ എവിടെയെങ്കിലും തന്നെ കിടക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ പോയി അവനെ ഞാൻ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ തന്നെയാണ് വീഡിയോ എടുത്തത്. പക്ഷെ അവൻ ചെറുതായിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഉണർന്നു. പിന്നെ ഒന്ന് തടവാതിരിക്കാൻ തോന്നിയില്ല. ഈടാ എൻ്റെ ഒരു സുഖം ഉറക്കം കണ്ടപ്പം എന്തായാലും ആമിക്ക് ഉടനെ തന്നെ ഇന്ന് എന്തായാലും നിങ്ങളവിടെ നാട്ടിലൊക്കെ തണുപ്പുണ്ടോ മഞ്ഞുണ്ടോ? ഇവിടെ എന്തായാലും ഈ കൈയും കാലും ശ്വസിക്കണ വരെ മഞ്ഞാണെന്ന് തോന്നുന്നു. മൂക്കെല്ലാം ഇങ്ങനെ തണുത്താണ് ഇരിക്കുന്നത്, മൂക്കും അയ്യോ കൈയും കാലും എല്ലാം. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്നാണ് ചോറ് കഴിച്ചത്. ഞാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ 1 മണി ആയി. അച്ഛന് ടെസ്റ്റുകളെല്ലാം എടുത്തപ്പോഴേക്കും ലേറ്റായി. കിട്ടിയപ്പോൾ 1 1/2 മണിക്കൂർ ടെസ്റ്റെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ലേറ്റായി. അപ്പം അതിനിടയിൽ ഡോക്ടറും എവിടെ എണീറ്റ് പോയി. നമ്മളെ സമയമായപ്പോഴേക്കും ഡോക്ടറില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ഡോക്ടർ വന്നത്. ടെസ്റ്റെല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും ആളുകളെല്ലാം പോയി തീർന്നു. ഞങ്ങളും അച്ഛനും മാത്രമായി. അപ്പം രോഗികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ എണീറ്റ് പോയി എന്തോ. പിന്നെ അരമണിക്കൂറോളം അവിടെ ഇരിക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പോയി. അമ്മ പറഞ്ഞു പിന്നെ ഞാൻ വേറെ കറികളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞു നീ ഇങ്ങ് നേരെ പോരെ, ഇവിടെ നിന്ന് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാനും ഗുണ്ടും കൂടി അവിടെ പോയി ചോറ് കഴിച്ചു. പിന്നെ ഉള്ളതാണ് ഇപ്പോൾ പിന്നെ വൈകുന്നേരത്തെ ദിവസമാണ്. ഇതൊന്ന് കണ്ടോക്കെ. ഇവനെ വെച്ചു കൊടുക്കാനേ പാടില്ല. എന്നെ കടിച്ചോടാ? അമ്മയെ കടിക്കൂല. എന്നാ പയ്യെ ചേച്ചിമാരെ കടിക്കാനാണ് ഇഷ്ടം അവന്. ചേച്ചിമാരെ കൈയൊക്കെ നോക്ക്. നിങ്ങൾ വിശ്വസിക്കൂല ഇത് കണ്ട. ഇന്നലെ അവൻ കടിച്ചതാണ്. നമ്മളിന്ന് കണ്ടോ ചുമന്ന കളറിൽ കിടക്കുന്ന കണ്ടോ? ചുമപ്പാണോ റോസാണോ അറിയില്ല. നമ്മളെന്തായാലും ഞാനും ഗുണ്ടും അമ്മയും കൂടെ സ്ഥലത്ത് പോകുന്നു. നമ്മൾ ഈ പ്രാവശ്യം ഇത്ര അധികം ദൂരമാണ്. ഒന്നാമത് നല്ല തണുപ്പുണ്ട് ഗൈസ്. ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഷിവറിങ് ആയിരുന്നു. ഇപ്പോൾ ഫുള്ള് മഞ്ഞുതുള്ളികൾ വീഴുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് മഴയ്ക്ക്. അത് കണ്ടോ? അതുപോലെ നമ്മുടെ സുന്ദരമായ നാട്. ഞാൻ പറയാലോ ഗൈസ്, സംസാരിക്കാൻ കൂടെ പറ്റണില്ല തണുത്ത്. നമ്മൾ എന്നാലും സത്യം ഗുണ്ടു വളരെ ആസ്വദിച്ചു പോകും. ആരും വിളിയും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. അവന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടാ. അവളെ മുഖം കണ്ട അറിയാം എത്രത്തോളം തണുപ്പുണ്ട്, വിറയ്ക്കണമെന്ന്. പിന്നെ ഞങ്ങളിത്തിരി സന്ധ്യയായി, കാരണം 6:30 ആയി കാണും. ഞാനൊരു ഉച്ചയൊക്കെ ആയപ്പം വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഇറച്ചി എടുക്കാൻ പോണെടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ ചേച്ചി ഞാൻ നല്ല പരിചയമാണ്. അപ്പം ചേച്ചിയുടെ ചേട്ടനാണ് ഇറച്ചി വെട്ടുന്നത്. അപ്പം ചോദിച്ചപ്പം പറഞ്ഞ് ഞാൻ ഒരു 3 മണിയൊക്കെ ആകുമ്പം വരാം, എനിക്ക് കുറച്ച് കാലുകൂടി എടുത്ത് വെക്കണേന്ന് പറഞ്ഞ്, കോഴിക്കാലും കൂടി. അങ്ങനെ പിന്നീട് നോക്കിയപ്പോൾ നല്ല മഴ.
മഴയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മഴയല്ല, ഇങ്ങനെ ഈ മഞ്ഞു തുള്ളിയാണോ എന്ന് പോലും അറിഞ്ഞൂടെ, ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളിയായിട്ട്. അപ്പം എനിക്ക് നല്ല തണുപ്പ്, ആ തുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പും. അതുകൊണ്ട് പോവാൻ ഒരു മടി. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ വാങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പം വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ചേച്ചി വിളിക്കണേ, എന്നെയും നോക്കിയിരിക്കുക, കാലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, എന്താ വരാത്തേന്ന്. ഇന്ന് പോണ്ട നാളെ പോകാമെന്നാണ് കരുതിയത്. പക്ഷെ ഞാൻ ഇതുപോലെ നേരത്തെ വിളിച്ചു പറഞ്ഞത് കൊണ്ടേ അങ്ങ് പണി കിട്ടി. പിന്നെ പോവാതിരിക്കുന്നത് മോശമല്ലേ, വിളിച്ചു പറഞ്ഞ് ഈ കാലെടുത്ത് എനിക്ക് എന്നെ കരുതി എടുത്തും വെച്ചല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഈ അങ്ങ് ഇരുട്ടിയും പോയി കേട്ടോ. അങ്ങോട്ട് നല്ല വെട്ടമാണ്, നിങ്ങൾ കണ്ടല്ലോ. ഒരു 10 മിനിറ്റ് ദൂരമാണേ, ഒരു 2-2.5 കിലോമീറ്റർ. പക്ഷെ തിരിച്ചു വന്നപ്പോൾ നല്ല ഇരുട്ടി. കുഴപ്പമൊന്നുമില്ല, നമ്മളടുത്ത് തന്നെ. അങ്ങനെ ഞാനും മോളും ഗുണ്ടുവൊക്കെ കൂടിയായിട്ട് ഹാപ്പി ആയിട്ട് ഇതാ തിരിച്ചെത്തി. പിന്നെ ചിക്കൻ കറി വെച്ച്, ചിക്കൻ കുറച്ചെടുത്ത് നമ്മൾ ഞാൻ ഇന്നലെ ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ട്. അത് ദിൽഷയോ ടാനിയോ വേറെ ആരെയും നമ്മൾ സ്ഥിരം കാണുന്നവരെ വെച്ചല്ല പറഞ്ഞത്. ഒരു നിഷയെന്ന് പറയുന്ന ഒരാൾ നമ്മൾ വീഡിയോ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ അവരെ കമൻ്റ് എന്തിരുന്നടി, നമ്മൾ നാസ്റ്റി പീപ്പിൾസ് ആണ് ഗൈസ് എന്നൊക്കെ ഉള്ള ഒരു കമന്റ് വന്നപ്പം എനിക്ക് ആനിമൽ അബ്യൂസ് എന്നുള്ളൊരു വേർഡ് വന്നപ്പോഴാണ് എനിക്ക് കയറി കൊണ്ടുപോയത്. നമ്മൾ അവനെ ഒന്നും ചെയ്യണില്ല, പക്ഷെ നിങ്ങളെല്ലാവരും മീൻസ് നിങ്ങളല്ല, നിങ്ങളെല്ലാവർക്കും അറിയാം നമ്മളെ പറ്റി. അപ്പം ഒരാൾ വന്നിട്ട് ആനിമൽ അബ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം നമുക്ക് ടാനിയൊക്കെ ഫസ്റ്റ് ഇപ്പൊ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, ആള് വന്ന് നമ്മൾ എന്താ പറയാ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അവളെ പേര് എടുത്തു വെച്ചെന്ന് പറഞ്ഞാൽ അവളാണെങ്കിൽ പോലും എനിക്ക് പിന്നെയും ക്ഷമിക്കാൻ പറ്റിയേനെ. പക്ഷേ ദിൽഷയുടെ കമൻറ്റിലാണ് നിങ്ങൾ ചെയ്തത് അങ്ങനെ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ദിൽഷയെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു വന്ന്. ഈ ടാനി അറിയാതെ 2 പ്രാവശ്യം എന്തോ വായിൽ വന്നതാണ്. പിന്നെ എനിക്ക് നിങ്ങൾ ഇപ്പം ടാനിയൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് അതിലെഴുതിയത്. ഒരു കളിക്കാൻ എന്തെങ്കിലും മേടിച്ചു കൊടു ആൻറ്റി എന്നേ പറഞ്ഞോളൂ, അല്ലാതെ നെഗറ്റീവ് ഒന്നും അല്ല. അതിൽ ഭീമ ചേച്ചിക്ക് വേറെ ആര് കമൻ്റ് ഇട്ടാലും എല്ലാവർക്കും അയ്യോ അവനെ അങ്ങനെ ചെയ്യല്ലേ വിഷമം. ഇത് ബിന്ദു ചേച്ചി ആയാലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒച്ചത്തിലൊന്നും വേണ്ട, കുറച്ച് സൗണ്ട് കുറച്ച്, അവർക്ക് പെട്ടെന്ന് ഉറച്ചുള്ള സൗണ്ടൊക്കെ കേട്ടാൽ ഡോഗുകൾ പെട്ടെന്ന് പേടിക്കും. പക്ഷേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ഡോഗിനെ വളർത്തുന്നത് തന്നെ. ചിലവർ വന്ന് പറയും നിങ്ങൾ നല്ല ട്രെയിനിങ് കൊടുക്കാതെ ഇങ്ങനെ അതിനെ ഇല്ലാതാക്കി കളഞ്ഞു. ഈ വളർത്തുന്നവരൊക്കെ പറയും അവനെ ഇങ്ങനെ കുറേ നിങ്ങൾ ഇത് പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു പോയി. പല കാര്യങ്ങളും അവരെ ഇങ്ങനെ വീണ്ടും ഓർമ്മിപ്പിക്കുമ്പം പല കാര്യങ്ങളും ഞാൻ അവനെ വഴക്ക് പറയുമ്പോഴേക്കും അവ അത് ചെയ്യാതിരിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമില്ല, പല പ്രാവശ്യം തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഒരിക്കൽ അവ അത് ഓക്കെ ആവണത്. നമുക്ക് ദിൽഷ അല്ലാണ്ട് വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്ക്രീൻഷോട്ട്. ഞാൻ ആൻറ്റി അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ ഇതാണ് ആൾക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിത് വീഡിയോയിൽ കമൻറ്റ് കാണാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആൾ ഒന്നെങ്കിൽ കമൻറ്റ് ഡിലീറ്റ് ചെയ്തപ്പം ഇവള് റിപ്ലൈ കൊടുത്ത കമൻറ്റും ഡിലീറ്റ് ആയതായിരിക്കും. എന്തായാലും നമുക്ക് വിഷമമായതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളെയൊക്കെ അത്രയും നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നിങ്ങളതൊരു കുഞ്ഞായിട്ടായാലും വലുതായിട്ട് പറഞ്ഞാലും നമുക്ക് നല്ല കയറി ഫീലാവും. അല്ലാണ്ട് പക്ഷേ ദിൽഷ ഇട്ട റിപ്ലൈയുടെ മറുപടി നമ്മൾ എന്തായാലും വീഡിയോയിൽ കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൊടുത്തിട്ട ഈ നിഷയെന്ന് പറഞ്ഞ ആൾ അതിനെ ഡിലീറ്റ് ചെയ്ത് കാണും. അവരെ ഇട്ട കമൻ്റ് എന്തോ ഡിലീറ്റ് ചെയ്തപ്പം ദിൽഷ കൊടുത്ത മറുപടി നമുക്ക് കാണാൻ പറ്റില്ല, ആരും കണ്ടിട്ടില്ല. ഞാൻ വേറെയും 2-3 ഫോൺ ചേട്ടൻ്റെ ഫോണിലൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ടൊന്നും കണ്ടില്ല. പക്ഷേ ദിൽഷ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റയിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ടാനിയുടെ പേര് ഞാൻ ഇടയ്ക്ക് ദിൽഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാനിയ ദിൽഷ രണ്ടുപേരെയും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വായിൽ വന്നു പോയതാണ് കേട്ടോ, അല്ലാതെ ടാനിയെ കുറ്റം പറഞ്ഞല്ല, കമ്പയർ ചെയ്തതാണ്. നമ്മളൊരാൾ നെഗറ്റീവ് പറയുമ്പോൾ ഓടി വന്നതിന് മറുപടി ഇടാമെങ്കിൽ ഒരാൾ ദിൽഷയ്ക്ക് അത് വിഷമമായി, അവൾ വന്നിങ്ങനെ ഇൻസ്റ്റയിൽ പറഞ്ഞ് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ആൻറ്റി ഒന്ന് നോക്കുമെന്ന് നിറയെ മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ക്രീൻഷോട്ടും കൂടി എടുത്ത് ഇവിടെ വയ്ക്കുന്നത്. അവളിങ്ങനെയാണ് മറുപടി കൊടുത്തത്. പക്ഷേ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് കണ്ടാലും അറിയാം, വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ് അവൾ മറുപടി കൊടുത്തെന്നുള്ളത്. നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇത്രയും എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളൊരു അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ നമ്മളെ ഭാഗത്തു നിന്ന് തെറ്റെന്നുള്ളതല്ല, ദിൽഷ പറഞ്ഞ മറുപടി നമ്മൾ അറിഞ്ഞില്ല, അത്രേ ഉള്ളൂ. ദിൽഷ നമ്മൾ മനസ്സിൽ വിചാരിച്ച് അവർക്കും കൂടി സപ്പോർട്ട് ചെയ്ത് നിന്നപ്പോഴേ അവരിങ്ങനെ മോശമായിട്ട് പറഞ്ഞതിന് ദിൽഷ സപ്പോർട്ട് ചെയ്തെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അല്ല, അവൾ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു നിറയെ പ്രാവശ്യം. അവൾക്കത് ഭയങ്കര വിഷമമായി.
ഇൻസ്റ്റയിൽ അതുപോലെ ടാനിയും പറഞ്ഞ് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്തിനാണ് എൻ്റെ പേര് 3 പ്രാവശ്യം എടുത്തിട്ടേന്ന് അറിയാതെയൊക്കെ വോയിസ് ഇട്ടപ്പോൾ അങ്ങ് വീണ് പോയതാണ്. അപ്പം എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നമ്മളെ ഗുണ്ടുവിൻ്റെ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ ഇവ ഈ കള്ളനാണ് കേട്ടോ, എന്നെ മാത്രം കടിക്കത്തില്ല, ഇവരെല്ലാം നല്ല കടിച്ച് മുറിച്ച് കളയും കേട്ടോ. പാവം. എന്നിട്ട് കുഞ്ഞു പറയണം എൻ്റെ യൂണിഫോം ഒന്നും തുലയ്ക്കല്ലടാ തുലയ്ക്കല്ല. ഞാൻ എന്നിട്ട് പറയണം എടി നീ പോയി ആദ്യം തുണി മാറ. അത് ചെയ്യൂല, ഇവൻ്റെ കൂടെ ഇരുന്ന് കളിക്കണം അവൾക്ക് കുറച്ച് നേരം, അവൾക്ക് തുണി മാറാൻ വയ്യ.